എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇത് വെറും ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ല, ഒരു അഡാർ ഐറ്റമാണ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജയകിഷൻ ദ്വാരക എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഈ ബോക്സ് ആണ്. ഈ ബോക്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് ഇത് തുറക്കാൻ ഒരു അവസരം വന്നത്. ഈ ഒരു ബോക്സ് നാട്ടിൽ നിന്നും ഞാൻ നിൽക്കുന്ന UK കൊണ്ടുവരാൻ കുറച്ച് പാടുപെട്ടു. കാരണം നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഈ ബോക്സിന് അത്യാവശ്യം നല്ല നീളമാണ്. ഇത് ഫ്ലൈറ്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ജോബായിരുന്നു. എങ്ങനെയൊക്കെയും ഞാനിത് കൊണ്ടുവന്നു. നമുക്ക് ഏതായാലും ഇതൊന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. ഇത് നല്ല വൃത്തിക്കാണ് നമുക്ക് പാക്ക് ചെയ്ത് തന്നത്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ KSRTCയുടെ ഒരു മിനിയേച്ചറാണ്. ഇത് ഡാമേജ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അങ്ങനെ വളരെ വിജയകരമായിട്ട് നമ്മൾ ഈ സാധനം UK എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഒരു തരത്തിലുള്ള ഡാമേജോ സ്ക്രാച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഡാമേജോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഈ KSRTC സൂപ്പർ എക്സ്പ്രസ് മിനിയേച്ചർ ബസ്സിൻ്റെ ഒരു ചെറിയ റിവ്യൂ നടത്താം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ റിവ്യൂ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും നമുക്ക് തുടങ്ങാം. കേരളത്തിൽ ആനകൾക്ക് ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ആന വണ്ടിക്കും ഫാൻസ് ഉള്ളത്. അങ്ങനെ ഒരു ഇഷ്ടം എനിക്കും ഈ KSRTC ബസ്സിനോടുണ്ട്. അതുകൊണ്ടാണ് നാട്ടിൽ നിന്നും ഇത്രയും ദൂരം ഈ ബസ്സിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത്. ഇനി നമുക്ക് ഈ ബസ്സിൻ്റെ റിവ്യൂവിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി റൂട്ടിലോടുന്ന സൂപ്പർ എക്സ്പ്രസ് ബസ്. ആ ഒരു ബസ്സിൻ്റെ വേറൊരു കോപ്പി എന്ന് വേണേൽ നമുക്ക് ഈ ബസ്സിനെ പറയാം. ആ ഒരു ബസ് കണ്ടിട്ടാണ് ഇതുപോലൊരു മിനിയേച്ചർ ബസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത്.
ഇതിൻ്റെ മുകൾ വശത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഇറങ്ങുന്ന ടാറ്റയുടെ സൂപ്പർ എക്സ്പ്രസ് ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബസ്സിലും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു അട്രാക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മിനിയേച്ചർ ബസ്സിൻ്റെ ഗ്ലാസ് ചെയ്തിരിക്കുന്നത് OHP ഷീറ്റിലാണ്. റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലായിട്ട് KSRTC സൂപ്പർ എക്സ്പ്രസ് എയർബസ് എന്ന് ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് മംഗലാപുരം എന്നാണ് റൂട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് എറണാകുളം മംഗളൂരു എന്ന് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിക്കർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ബസ്സിലും കാണുന്നത് പോലെ ഗ്ലാസ് വൈപ്പർ ഈ ബസ്സിനും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്ലാസ്സിന് ചുറ്റും റബ്ബർ കൊണ്ടുള്ള ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ബസ്സിൻ്റെ ഒരു ഒറിജിനാലിറ്റി കാണിക്കുന്നുണ്ട്. ഇനി ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നടുക്കായിട്ട് ഇൻ്റർസ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വണ്ടി ഓടുന്നത് മംഗലാപുരം ആയതുകൊണ്ട്. എനിക്ക് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോഗ് ലൈറ്റ് പോലെ കൊടുക്കാമായിരുന്നു. ഞാൻ പല ബസ്സുകളിലും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ലോങ് റൂട്ട് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് ഓടുന്ന വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു യെല്ലോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോഗ് ലൈറ്റ് പോലെ. അത് ഇതിൽ കൊടുക്കാമായിരുന്നു. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഹെഡ്ലൈറ്റ്സ് ആണ്. അതുകൂടാതെ ടാറ്റയുടെ ആ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഒരു യഥാർത്ഥ ടാറ്റ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റ് പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. 2 വശങ്ങളിലുമായിട്ട് ഈ 2 ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അതുകൂടാതെ 2 സൈഡിലും ഇൻഡിക്കേറ്റേഴ്സും താഴത്തും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ആകർഷകമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 2 കമ്പികളാണ്. യഥാർത്ഥ ബസ്സിൻ്റെ കൂട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഗ്രില്ലിലും ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു യഥാർത്ഥ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിങ്ങും ഗിയർ ബോക്സും കാര്യങ്ങളും എല്ലാം ഒരു യഥാർത്ഥ ബസ്സിൻ്റെ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗത്തുള്ള കമ്പിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പിക്കൽ ടാറ്റ ബസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഫ്രണ്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ബസ്സിൻ്റെ റൂഫാണ്. പൊതുവേ നമ്മളാരും ബസ്സിൻ്റെ റൂഫ് കാണാനുള്ള സാഹചര്യം ഇല്ല. എന്നാലും ഞാൻ കാണിക്കുകയാണ്. എല്ലാ ബസ്സിലെയും പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിൽ തന്നെ ഇതിൻ്റെ റൂഫും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കാരിയറാണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബസ്സിൻ്റെ സൈഡിലത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ബസ്സിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് 4X ഷീറ്റിലാണ്. പൊതുവെ ടാറ്റ ബസ്സിന് കുറച്ച് നീളം കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും ഈ ബസ്സിൻ്റെ നീളം ഏകദേശം 56.8 സെൻറ്റിമീറ്ററിലാണ്, സ്കെയിൽ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബസ്സിൻ്റെ വീതി 13 സെൻറ്റിമീറ്ററും സെൻറ്റർ ഹൈറ്റും 13 സെൻറ്റിമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവർ ഡോറിൻ്റെ ഭാഗത്തായി ചവിട്ടി കയറാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ ടയേഴ്സാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ടയേഴ്സ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടയറിൻ്റെ മാർക്കും കാര്യങ്ങളും എല്ലാം, പിന്നെ ആ നട്ടും, അത് ഫ്രണ്ടിലായാലും ശരി ബാക്കിലായാലും ശരി നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ടയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ബസ്സിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക്സാണ്. ഒരു യഥാർത്ഥ എക്സ്പ്രസ് ബസ്സിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഈ ബസ്സിലും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രീൻ കളർ പോർഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റിക്കർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ യെല്ലോ കളർ പോർഷൻ ചെയ്തിരിക്കുന്നത് ഇനാമൽ പെയിൻ്റാണ്. വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ പുറകിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരള സ്റ്റേറ്റിൻ്റെ ലോഗോയും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 8 ലെയർ ഗ്ലാസ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ടാറ്റ ബസ്സിൻ്റെ നീളം കൂടുതലുള്ളത് കൊണ്ട് സൈഡ് ഗ്ലാസിൻ്റെ മുകളിലായിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ്സിൽ ഈ ബസ്സിൻ്റെ റൂട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള റൂട്ട് എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, പയ്യന്നൂർ, കാസർഗോഡ്, മംഗളൂർ എന്ന റൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ബസ്സിൻ്റെ ഉള്ളിലെ ഫ്ലോറിങ്ങും കാര്യങ്ങളും ഒക്കെ യഥാർത്ഥ ബസ്സിലെ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എയർ ബസ്സിൻ്റെ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബസ്സിൻ്റെ പുറകുവശത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സൂപ്പർ എക്സ്പ്രസ് ബസ്സിൻ്റെ പുറകുവശം പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഗ്ലാസ് കുറച്ച് മുകളിലായിട്ട് വൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിൽ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. റൂട്ടൊക്കെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് എറണാകുളം എന്ന് കൊടുത്തിട്ടുണ്ട്.
പിന്നെ താഴത്തായിട്ട് വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സും ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ബസ്സിൻ്റെ പുറവശത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കാം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മൈ ജയകൃഷ്ണൻ സൈനിങ് ഓഫ്. ബൈ ബൈ.